what you have done is something extraordinary. എനിക്ക് പരീക്ഷയുടെ അവിടെ 3 മണിക്കൂർ കൂടുമ്പോൾ വരാനും കുഞ്ഞിന് പാല് കൊണ്ടുപോകുമായിരുന്നു. എഴുതണം എന്ന് ഞാൻ വിചാരിച്ചു. ഇനി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു. ഇനി എഴുതുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ ഇല്ല, അത് പറ്റും. സാധാരണ നമ്മുടെ ഒരു സോഷ്യൽ കൺവെൻഷൻ വെച്ചിട്ട് ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ കുട്ടിയും അമ്മയൊക്കെ വീടിന്റെ പുറത്തു പോലും ഇറങ്ങാറുള്ളൂ. അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വേറൊരാൾക്കും എന്തായാലും ചെയ്യാൻ പറ്റും. ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെ മാളവിക ജി നായർ, ഓൾ ഇന്ത്യ റാങ്ക് 45 for Civil Service Examination 2025. മാളവിക, ഫസ്റ്റ് കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. മാളവിക കഴിഞ്ഞ കുറേ നാളായിട്ട് ഐലേണുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. മാളവികയുടെ ജേർണി തുടങ്ങിയത് നമ്മുടെ പ്രിലിംസ് ടെസ്റ്റ് സീരീസ് സ്റ്റുഡൻ്റ് ആയിട്ടായിരുന്നു. പിന്നെ നമ്മുടെ മെയിൻസ് ബാച്ചിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇൻ്റർവ്യൂ ഗൈഡൻസിലുണ്ടായിരുന്നു. പിന്നെ മാളവികയുടെ സബ്സീക്വൻ്റ് അറ്റംപ്റ്റ്സിൽ മാളവികയുടെ മെൻറ്ററും സപ്പോർട്ടായിട്ടുള്ള നിഖിൽ നമ്മുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം മാളവിക ഫസ്റ്റ് ഇതൊരു എക്സ്ട്രാordinary ജേർണി ആയിരുന്നു. അതായത് എൻ്റെ വീട്ടിൽ 2 പിള്ളേരുണ്ട്. ഒരാൾക്കൊരു 2.5 വയസ്സും ഒരാൾക്ക് 1 വയസ്സും. അപ്പം ഞങ്ങൾ ഈ ഒരു പ്രഗ്നൻസിയും അതിൻ്റെ ബാക്കിയുള്ള ഒരു ചലഞ്ചിലൂടെ ഒന്ന് പോയതാണ്. Now you have gone through an extraordinary journey. That is, ഡെലിവറി കഴിഞ്ഞ് 14 ഡേയ്സ് കഴിഞ്ഞപ്പോഴാണ് മെയിൻ എക്സാമിനേഷൻ ഉണ്ടായത്. ഹസ്ബൻഡ് അപ്പം ഇൻറ്റൻസ് ആയിട്ടുള്ള IPS ട്രെയിനിങ്ങിലായിരുന്നു. പിന്നെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടി മെയിൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് പ്രോസസ്സാണ്. അതായത് 2 ഡേ അടുപ്പിച്ച് 3 അവേഴ്സിന് 2 എക്സാമിനേഷൻ. എങ്ങനെ പറ്റിയതില്ല? സാധാരണ നമ്മുടെ ഒരു സോഷ്യൽ കൺവെൻഷൻ വെച്ചിട്ട് ഒരു 40 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ കുട്ടിയും അമ്മയൊക്കെ വീടിന്റെ പുറത്തു പോലും ഇറങ്ങാറുള്ളൂ. അല്ല, മെയിൻസ് എഴുതുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക്കാണ്. അപ്പം ഇതൊരു എന്താ പറയുക, ഒരു എക്സ്ട്രാ ഓർഡിനറി ഒരു സിറ്റുവേഷനിലൂടെയാണ് മാളവിക പോയതെന്ന് തോന്നുന്നു. സാർ ഈ പറഞ്ഞ പോലെ ഞാനും ഇത് ഒട്ടും ഇങ്ങനെ നമുക്കറിയാം ഇപ്പം എക്സാം വളരെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഞാൻ ഇതിന് മുന്നേ 5 അറ്റംപ്റ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിലും എനിക്ക് നല്ല ഡൗട്ടാണ്. പ്രിലിം സ്റ്റേജ് വരെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു കൊടുത്തോണ്ടിരുന്നത്. അപ്പം കയറുവാണെങ്കിൽ നോക്കാം, ആ ഒരു മൈൻഡിലായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത് ആയിട്ടുണ്ടായിരുന്നത് അമ്മയായിരുന്നു. അമ്മ ഗൈനക്കോളജിസ്റ്റ് ആണ്. അപ്പം അമ്മയുടെ ഒരു പ്രൊഫഷണലും പേഴ്സണലും ആയ ഒരു കോൺഫിഡൻസിലായിരുന്നു ഞാൻ നിന്നുകൊണ്ടിരുന്നത്. അപ്പം അമ്മ ഇങ്ങനെ എന്നോട് പറയും, അതായത് എന്താണ്, ന്യൂ ബോൺ ആകുമ്പോൾ ഉറങ്ങും, ഞങ്ങൾ നോക്കിക്കോളാം, നീ പഠിച്ചോ, റിക്കവറി ഒക്കെ ശരിയാവും, ഇത്ര സമയമല്ലേ ഉള്ളൂ, ശരിയാവും എന്നിങ്ങനെ പറയുമ്പോൾ അമ്മ പറയുമ്പോൾ നമ്മൾ കൂടുതൽ വിശ്വസിക്കുമല്ലോ. എൻ്റെ അമ്മയോട് മാത്രമല്ല, അമ്മ ഡോക്ടറുമാണ്, അമ്മയുടെ കൊല്ലങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു ഇതിലാണ് പോയത്. പിന്നെ നമുക്കും അറിയാമായിരുന്നു എപ്പോൾ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഒരു കോംപ്ലിക്കേഷനോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി വരാൻ. അപ്പം പിന്നെ നമ്മൾ നന്നായിട്ട് ദൈവത്തിനെ വിളിച്ച് ഭാഗ്യം എന്ന് തന്നെ പറയാം ഓരോ സ്റ്റേജ് കടന്നു പോയത്. അങ്ങനെയാണ് ഇത് വിചാരിച്ചിരുന്നത്. ഓരോന്നും അങ്ങനെ നമ്മൾ എത്തുമ്പം വി വിൽ ക്രോസ് ദാറ്റ് ബ്രിഡ്ജ് വെൻ വി ഗെറ്റ് ടു ഇറ്റ്, ആ ഒരു മൈൻഡിൽ കൂടെ തന്നെ പോകേണ്ടി വന്ന ഒരു സാഹചര്യമായിരുന്നു ഈ തവണ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഇറ്റ് വാസ് ദ ഫാമിലി ദ മെയിൻ റീസൺ ആൻഡ് സപ്പോർട്ട്. അതെ അവരില്ലായിരുന്നു ഈ അറ്റംപ്റ്റ് പോലും തന്നെ എനിക്ക് കൊടുക്കാൻ പറ്റില്ലായിരുന്നു, ആലോചിക്കാൻ തന്നെ പറ്റില്ല. ഒത്തിരി ലോജിസ്റ്റിക്കൽ എഫേർട്ട് ഉണ്ട് അവരുടെ ഒത്തിരി പുറകിൽ ഇതിൻ്റെ. എനിക്ക് പരീക്ഷയുടെ അവിടെ 3 മണിക്കൂർ കൂടുമ്പോൾ വരാനും അതിൻ്റെ ഇടയ്ക്ക് അവർ വരുമായിരുന്നു, എന്നിട്ട് കുഞ്ഞിന് പാല് കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പ്ലാനിങ് ഒക്കെ എൻ്റെ പുറകിൽ ഇങ്ങനെ പോയി. അവരുടെ ആ എഫേർട്ടും ഒക്കെ ഒത്തിരി വന്നു. പിന്നെ നമുക്ക് ഭാഗ്യം ഉണ്ടാവേണ്ടത് നമ്മുടെ പ്ലാൻസ് നടക്കുകയുള്ളൂ. അങ്ങനെയൊക്കെയാണ്. പിന്നെ മെയിൻസ് എന്ന് പറയുമ്പോഴേ നമ്മളൊരു രാവിലെ 3 മണിക്കൂർ ഇരുന്ന് എഴുതണം, ഉച്ചയ്ക്ക് 3 മണിക്കൂർ, ഒരു 6 മണിക്കൂർ നമ്മൾ ഒരു എക്സാമിനേഷൻ ഹാളിൽ ആ ഒരു സ്ട്രെസ്സിലിരുന്ന് നമ്മൾ എഴുതുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? അതെ സാർ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു, എനിക്ക് എക്സാം എഴുതിയ നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് അതൊരു വലിയ ഫാക്ടറാണ്. പുതിയതായിട്ടൊരു സാധനമല്ല, നമുക്കറിയാം എന്താ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന്. എങ്കിലും ഞാൻ ഈ തവണ അറ്റംപ്റ്റ്സിൽ എനിക്ക് ഇതുപോലെ മോക്ക് ടെസ്റ്റുകളൊന്നും ഇരുന്ന് എഴുതാൻ പറ്റില്ല. 3 hours ഇരുന്ന് എഴുതുക എന്ന് ആ സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം ഇതൊരു ഗാമ്പിളായിരുന്നു. പിന്നെ റൈറ്റിംഗ് സ്പീഡൊക്കെ നേരത്തെ എഴുതി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ സാറിൻ്റെ അടുത്ത് പണ്ട് ആദ്യം മെയിൻസ് ടെസ്റ്റ് സീരീസിന് വരുമ്പോൾ ഞാൻ തുടങ്ങുമ്പോൾ എനിക്ക് എഴുതി തീർക്കാൻ പറ്റില്ല. അപ്പോൾ സാർ പറഞ്ഞു, ഇത് എന്തായാലും എഴുതി തീരുക, ഒന്നും പേടിക്കണ്ട. അത് പണ്ട് ഒരുപാട് കൊല്ലങ്ങൾ മുന്നേ പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്നെ മനസ്സിലുണ്ട്. അന്ന് എഴുതി തീർക്കാൻ പറ്റില്ല, അപ്പോൾ ഇത്ര നാൾ ഞാൻ തീർക്കുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. പിന്നെ എന്താണ് ഫിസിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ പറയാം എങ്ങനെയാണെന്നറിയില്ല, നമ്മൾ ആ പരീക്ഷയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ 3 hours നമുക്ക് വേറൊന്നും ആലോചിക്കാൻ സമയമില്ല. ഇങ്ങനെ പേന ചലിച്ചുകൊണ്ടേ ഇരുന്നാലേ നമ്മുടെ പേപ്പർ തീരുള്ളൂ. അപ്പോൾ ആ 3 hours എനിക്ക് എന്തുകൊണ്ടോ ഒന്നും ഒരു ക്ലിയർ ആയിരുന്നു. ആ സമയം അങ്ങ് എഴുതി തീർത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് അങ്ങനെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. റാങ്ക് ലിസ്റ്റിൽ കയറുക, കാരണം ഏകദേശം ഒരു 10 lakh സ്റ്റുഡൻസ് ചെയ്യുന്ന പരീക്ഷയാണ്. റാങ്ക് ലിസ്റ്റിൽ കയറുക 1000 വരുന്നത് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഒരു ടോപ്പ് 100 വരിക എന്ന് പറഞ്ഞൊരു എക്സ്ട്രോർഡിനറി ഫീറ്റാണ്. അപ്പം
ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഒരു കോച്ചിങ് മെത്തഡോളജി ഒരു സൂപ്പർ എഫിഷ്യൻ്റ് ആവാതെ ഇറ്റ് വിൽ നോട്ട് വർക്ക്, പെർട്ടിക്കുലർലി വെൻ ദ സിറ്റുവേഷൻ ഇസ് ലൈക്ക് ദാറ്റ്. എന്തായിരുന്നു മാളവികയുടെ ഒരു കോച്ചിങ് മെത്തേഡ്? കാരണം എന്ന് വെച്ചാൽ ഇപ്പം മാളവിക നമ്മുടെ ഐലൻഡിൽ ഒരു പ്രിലിംസ് കം മെയിൻസ് ബാച്ചിൻ്റെ ഇനോഗ്രേഷനൊക്കെ വന്നപ്പം ഇപ്പോഴും പല കുട്ടികൾ നമ്മളോട് പറയാറുണ്ട്, മാളവിക മാഡം ഇങ്ങനെ ഒരു സ്ട്രാറ്റജി പറഞ്ഞു, അങ്ങനെ ഒരു സ്ട്രാറ്റജി, ഒരു ട്രയാങ്കുലർ സ്ട്രാറ്റജി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ട്രയാങ്കുലർ സ്ട്രാറ്റജി ഒക്കെ. അപ്പം ആ ഒരു എഫിഷ്യന്റ് പ്രിപ്പറേഷൻ മെത്തഡോളജി ഒന്ന്. അതെ 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 അന്ന് ഞാനത് ക്ലിയർ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചായിരുന്നു, എൻ്റെ ഒരു കൊല്ലങ്ങളുടെ എക്സ്പീരിയൻസ് ചെയ്ത് ഇങ്ങനെ തോന്നിയാണ്. അതായത് കണ്ടന്റ് നമ്മുടെ മേളിലുള്ള ഒരു സാധനമാണ്, ആ ട്രയാങ്കിളുടെ ഏറ്റവും മേളിൽ വരുന്ന ഒരു സാധനമാണ് കണ്ടന്റ്. അപ്പോൾ എല്ലാവരും കണ്ടന്റിനെ ചേസ് ചെയ്ത് നമ്മൾ പലപ്പോഴും, അതും ഇത്തവണ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട് അവൈലബിൾ ആയിട്ട്, അപ്പോൾ നമ്മുടെ കണ്ടന്റ് നമ്മൾ മിനിമൈസ് ചെയ്ത് റിവിഷൻ റിപ്പീറ്റ് ചെയ്യുക. അത് നല്ല സ്ട്രോങ് ആയിട്ട് ഏറ്റവും പിൻ പോയിന്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആ ട്രയാങ്കിളിന് മേളിൽ വരിക. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ബേസ് എന്ന് തോന്നുന്നത് എനിക്ക് സെക്കൻഡ് ലെയർ ആയിട്ടുള്ള സ്കിൽസ് ആണ്. സ്കിൽസ് ഞാൻ പറഞ്ഞ പോലെ അന്ന് ഞാൻ പണ്ട് ടെസ്റ്റ് സീരീസ് എഴുതി പഠിച്ച സ്കിൽസ് തന്നെയാണ് പിന്നെയും യൂസ് ചെയ്ത്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് അവിടെ എവിടെയും പോളിഷ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, അത് തന്നെ ഉള്ളൂ. അല്ലാതെ വേറെ അതിൽ റിന്യൂ ചെയ്യാനൊന്നുമില്ല. അത് തന്നെയാണ്, ആ സ്കില്ലാണ് നമ്മുടെ ബേസ് ആയിട്ട് വരുന്നത്. പിന്നെ എനിക്കൊന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് ആ പിരമിഡിൻ്റെ ഏറ്റവും ബേസിൽ വരുന്നത്. അതെനിക്കിപ്പോഴും ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് വളരെ ടഫാണ്. നമ്മൾ ആ മെൻ്റലി അവിടെ ഗ്രൗണ്ടഡ് ആയിട്ട് നിൽക്കുക, ഓരോ സ്റ്റേജും കഴിഞ്ഞ് വരുന്ന അനുസരിച്ച് പഠിച്ച് വരിക. കാരണം അതൊരു മിനിമം ഒരു 2 years എടുക്കുന്ന ജേണിയാണ്. ഒരാൾ ഫുൾ ഇയർ പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം സൈക്കിൾ തന്നെ ഒരു 13-14 months ഉണ്ട്. അപ്പം ആ ഡെയിലി അതിലേക്ക് ഷോ അപ്പ് ചെയ്യുക, അത് ഇമ്പ്രൂവ് ചെയ്യുക, അതൊരു വലിയൊരു ടാസ്ക്കാണ്. അപ്പം അതാണ് അതിൻ്റെ ബേസ്. മാളവിക, നമ്മുടെ സിവിൽ സർവീസ് കോച്ചിങ്ങിലേക്ക് വരുന്ന യങ് ആസ്പിറൻസിന് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പലപ്പോഴും ഒരു ആസ്പിറൻ്റ് ഈ ഒരു കോച്ചിങ്ങിന് വരുമ്പം ദേ ടേക്ക് അറൗണ്ട് 6 to 7 months ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇറ്റ് ഇസ്. ആ ഒരു പീരീഡിൽ കുറേ മണ്ടത്തരങ്ങൾ കാണിക്കും, കുറേ സ്ട്രാറ്റജീസ് മാത്രം കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ എല്ലാ ദിവസവും ചിലപ്പോൾ ന്യൂസ് പേപ്പർ റീഡിങ് ആയിരിക്കും. ഈ മാളവികയുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഓക്കെ, നൗ ഐ ബിലീവ് ദ ലാസ്റ്റ് അറ്റംപ്റ്റ് ദറ്റ് യു ആർ ഗിവൺ ഇസ് മച്ച് ഡിഫറെൻറ്റ് ഫ്രം ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ദറ്റ് യു ആർ ഗിവൺ. വെൻ ഇറ്റ് കംസ് ടു പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇൻ്റർവ്യൂ, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ദേ ഷുഡ് നോട്ട് ഡു? സർ, ആദ്യം നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറയുകയാണെങ്കിൽ പ്രിലിംസിൽ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തത് ബേസിക്സ് ആണ്. ബേസിക്സ് നമുക്കറിയാം, ഞാൻ ഇപ്പോൾ കുറേ കൊല്ലമായിട്ട് പരീക്ഷ എഴുതുന്നുണ്ട്. ഓരോ കൊല്ലം ഓരോ ട്രെൻഡുകളാണ്. നമ്മൾ എന്താണ് അതിൻ്റെ പുറകിലത്തെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ചേസ് ചെയ്യൽ, അങ്ങനത്തെ അതിൻ്റെ ബേസിസിൽ കുറേ വരികയും ചെയ്യും. ഇങ്ങനെ ഇതിൽ നിന്ന് വന്നു, ആ റാൻഡം സോഴ്സിൽ നിന്ന് വന്നു, XYZ ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ അതിന് പോവാതെ നമ്മുടെ ബേസിക്സ് എപ്പോഴും നന്നായിട്ട് അറിയാമെന്ന് ഓർത്താൽ ഒന്നുകൂടെ റിവൈസ് ചെയ്തിട്ട് എല്ലാ പ്രാവശ്യവും പോവുക. അപ്പോൾ ഒരിക്കലും നമ്മളത് ഗ്രാൻഡഡ് ആയിട്ട് എടുക്കരുത്. പൊളിറ്റി എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വെച്ചാലും ഒന്നുകൂടെ ലക്ഷ്മികാന്ത് മൊത്തം വായിച്ചിട്ട് പോവുക. ആ ഒരു ബേസിലായിരിക്കും നമ്മൾ ആ ഒരു കംഫർട്ടബിൾ മാർജിൻ എത്തുക ക്ലിയർ ചെയ്യാൻ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സാംസ് മാക്സിമം പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ വരുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ആ മാർജിൻ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പം പ്രാക്ടീസ് ഇഗ്നോർ ചെയ്യാതിരിക്കുക, അതോടൊപ്പം തന്നെ ബേസിക്സ് ഒരിക്കലും വിടാതിരിക്കുക. അറിയാമെങ്കിലും വീണ്ടും പഠിക്കുക എന്നുള്ളതാണ് പ്രിലിംസിന് എനിക്ക് തോന്നുന്നു ഞാൻ ഓവർ ദ ഇയേഴ്സ് ടെസ്റ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ആദ്യത്തെ 2 പ്രിലിംസ് പോയതും പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിലിംസ് എനിക്ക് കയറാൻ പറ്റിയതിലും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത് തന്നെയായിരുന്നു. മെയിൻസിനെ സംബന്ധിച്ച് മെയിൻസിൻ്റെ പഠിത്തം പോസ്റ്റ്പോൺ ചെയ്യാതിരിക്കുക ആൾക്കാർ. ആദ്യം നമുക്ക് ആ ഒരു പെർഫെക്ഷനിസം കാരണം എനിക്ക് ആൻസർ എഴുതാൻ തുടങ്ങാൻ പറ്റില്ല, ഞാൻ നല്ല ആൻസർ എഴുതണം ആദ്യം തന്നെ, അതൊരു എല്ലാവർക്കും വരും. അത് വരാണ്ട് ബാഡ് ആൻസേഴ്സ് എഴുതിക്കോട്ടെ ആദ്യം, അങ്ങനെ തന്നെ വിചാരിക്കുക. എന്നിട്ട് അതിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുക, ആ ഒരു രീതിയിലേക്ക് വരിക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പെട്ടെന്ന് ഒരു ടോപ്പറിൻ്റെ ആൻസർ എഴുതി നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇതെങ്ങനെ ഇത്രയും കണ്ടന്റ് അവർ എഴുതി, ഇത്രയും വെറൈറ്റി കണ്ടന്റ്, അപ്പം നമ്മളും വിചാരിക്കും ഇത്രയും വെറൈറ്റി ആയിട്ട് പഠിക്കണം. അങ്ങനെയല്ല, അവർ ബേസിക്സ് പഠിച്ചിട്ടാണ് അവർ ആ സ്റ്റേജിലേക്ക് എത്തുന്നത്. ഇതൊരു പ്രോസസ്സാണ്, അത് പതുക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ സിലബസ് ഒരിക്കലും ഇഗ്നോർ ചെയ്യാതിരിക്കുക. എല്ലാ സാധനത്തിനും മിനിമം എനിക്ക് 15 മാർക്ക് എഴുതാനുള്ള സാധനം കയ്യിലുണ്ട് എന്നുള്ളത് അത് അങ്ങ് റിലീജിയസ്ലി ഫോളോ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ബേസിലൊക്കെ നമുക്ക് എക്സാം ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ്റർവ്യൂവിനെ സംബന്ധിച്ച് ഞാൻ ഇൻ്റർവ്യൂ സ്റ്റേജ് കുറച്ച് ലൈറ്റായിട്ട് എടുത്തിട്ടുണ്ട് നേരത്തെ അറ്റംപ്റ്റ്സിലൊക്കെ. കാരണം ഇൻ്റർവ്യൂ ആണല്ലോ ഏറ്റവും റാൻഡം, എന്ത് ചെയ്യാനാണ് എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തവണ എനിക്ക് ടൈം വളരെ കുറവായിരുന്നു ഇൻ്റർവ്യൂവിൽ. എന്നാലും ഞാൻ കുറേ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്തു. നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന പോയിൻറ്റ്സ് നമ്മൾ പറയുമ്പോൾ അത്രയും വൃത്തിയായിട്ട് വരണമെന്നില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു ചാലഞ്ച്. അപ്പം ഇൻ്റർവ്യൂവിന് ഒത്തിരി പ്രാക്ടീസ് ചെയ്യുക, പറ്റുമെങ്കിൽ മോക്ക് പാനൽസിനെയൊക്കെ കുറേ ഫേസ് ചെയ്യുന്നത് കാരണം നമുക്ക് ആ ഒരു ഫോർമൽ സെറ്റപ്പിലെ കമ്മ്യൂണിക്കേഷൻ വളരെ ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു ആ ഒരു ഓഫീസിലിരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ അല്ല ഇത്. അപ്പോൾ അതിലും ആ എക്സ്പീരിയൻസ് ആണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അത് എനിക്ക് ഈ പറ്റിയൊരു അബദ്ധം, എനിക്ക് മടിയായിരുന്നു ഫേസ് ചെയ്യാനായിട്ട്. ക്രിറ്റിസിസം വന്നു കഴിഞ്ഞാൽ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ അത് കൂടുതൽ ഫേസ് ചെയ്യുന്നതായിരുന്നു നല്ലത്. അതിൻ്റെ അതർ സൈഡിൽ വരുന്നതാണ് എപ്പോഴും നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നത്. സർവീസിൽ എത്തിയിട്ട് പോലും
ഒരു ഫൈനൽ ഈ ഇന്റർവ്യൂസിലൊക്കെ ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടല്ലേ? കാരണം മാളവികയുടെ ഇന്റർവ്യൂ എനിക്കൊന്ന് December 13th January 13th ഡേ ആയിരുന്നു. അതായത് ഡെലിവറി കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് 4 months ആയിരുന്നു. കാരണം എനിക്ക് ഓർമ്മയുണ്ട് ഡാഫ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ സാർ ഞാനിങ്ങനെ വെറുതെ ഫില്ല് ചെയ്തതാണ്, ചെയ്തതാണ് എന്നുകൊണ്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു ഔട്ട്സൈഡ് പെർസ്പെക്റ്റീവ്, ഒരു മെന്റർ എന്ന രീതിയിൽ നിഖിൽ എങ്ങനെയായിരുന്നു മാളവികയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഈ ഒരു പ്രിപ്പറേഷൻ? മാളവിക ആക്ച്വലി എൻ്റെ മെൻറ്റി ആയിട്ട് വരുമ്പോൾ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്. കാരണം പ്രിലിംസ്, അതായത് നമ്മൾ മെയിൻസിനൊക്കെ പ്രിപ്പയർ ചെയ്തു, അതായത് ആ മെയിൻസ് ആൻസർ റൈറ്റിംഗ് ഒക്കെ വളരെ നന്നായിട്ട് ഇങ്ങനെ ചെയ്ത് വന്നപ്പോഴാണ് പ്രിലിംസ് കയറുമെന്ന് വിചാരിച്ചു. പക്ഷേ പ്രിലിംസ് കിട്ടിയില്ല. അപ്പോൾ മാളവിക എൻ്റെ അടുത്ത് വന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ മാളവികയോട് പറഞ്ഞു, വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇന്നല്ലെങ്കിൽ നാളെ മാളവിക കയറും. അതൊരു ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ഇൻ ദ സർവീസ്. അപ്പോൾ അതെനിക്ക് ഉറപ്പായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ആൻസർ റൈറ്റിങ്ങിൽ എനിക്ക് തോന്നുന്നു ആൻസർ സ്ട്രക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ എക്സസൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്ട്രക്ചർ ചെയ്ത് ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞപ്പം വി ഫോക്കസ്ഡ് ഓൺ കംപ്ലീഷൻ ഓഫ് പേപ്പർ. അപ്പോൾ അത് ആദ്യം കുറച്ചൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ സ്വാഭാവികമായിട്ട് മാളവിക അത് പിക്ക് ചെയ്തു. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, IRS അത് കിട്ടിക്കഴിഞ്ഞിട്ട് മാളവിക എന്നെ കാണാൻ വന്നിരുന്നു. അത് ഓർമ്മയുണ്ടോ? മാളവിക എനിക്കൊരു ഷർട്ട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി പിള്ളേരുടെ അടുത്തൊന്നും വാങ്ങിക്കാറില്ല, അത് ഞാൻ പറയുകയും ചെയ്തു എന്താ അങ്ങനെ അല്ല അങ്ങനെയാണ്. അപ്പം ഞാൻ മാളവികയോട് പറഞ്ഞു, ഷർട്ടൊക്കെ തന്നെ ശരി, പക്ഷേ ഇതോടുകൂടി നിർത്തരുത്, എന്തായാലും അറ്റംപ്റ്റ് ഇനിയും ചെയ്യണം, എന്തായാലും ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ വി വർ ആക്ച്വലി ഇൻ ടച്ച്. ആ ഒരു അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടും കഴിഞ്ഞ ഈ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് വരെ കണ്ടിന്യൂ. അതെ, ഞാൻ 5th attempt കഴിഞ്ഞ സാറിനോട് ഇനി എഴുതണമെന്ന് ചോദിച്ചപ്പോൾ സാർ എഴുതണം എന്ന് തന്നെയാണ് എപ്പോഴും പറഞ്ഞിരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു മെസ്സേജിൽ. മാളവിക, അതായത് ഇപ്പം ഈവൻ ദോ വി ആർ ഇൻ വെരി മോഡേൺ സൊസൈറ്റി, വുമൺ സ്റ്റിൽ ഫേസ് എ ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ്. ഓക്കെ, പ്രത്യേകിച്ച് പ്രഗ്നൻസി, ചൈൽഡ് ബർത്ത് അങ്ങനെയൊക്കെ വരുമ്പോൾ പലപ്പോഴും ഒരു വുമൺ എന്ന രീതിയിൽ ഒത്തിരി ആഗ്രഹങ്ങളുണ്ടെങ്കിലും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ട വരും, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ബട്ട് വാട്ട് യു ഹാവ് ഷോൺ ഇസ് ദാറ്റ് ലൈക്ക് ഇഫ് ദർ ഇസ് perseverance and determination, what I want can be achieved. And in that particular process, the family has given a lot of support. So a lot of people would be seeing this interview who have great aspirations, but because of certain circumstances they are highly limited. So what you have done is a great inspiration for them. അപ്പം ഇത് കാണുന്ന നമ്മുടെ ഒരു യങ് വുമൺ ഓഡിയൻസിനോട് മാളവികയ്ക്ക് എന്താന്ന് പറയാനുള്ളത്? എനിക്ക് ഇപ്പൊ സാറ് പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി എൻ്റെ ഫാമിലിയിൽ നിന്നും ആരും അങ്ങനെ എന്നെ ഇത് കഴിഞ്ഞ് ഇനി നിർത്തണം, ഇനി ഇതിൽ ഫോക്കസ് ചെയ്യണം, അങ്ങനെ ഒരിക്കലും അവർ പറഞ്ഞിട്ടില്ല. അതായിരിക്കണം ഒരു വലിയ ഫാക്ടർ. നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ ജീവിതത്തിലെ ഇൻഫ്ലുവൻസ് എക്സേർട്ട് ചെയ്യുന്നവർ, നമ്മൾ കാണിക്കുന്ന കോൺഫിഡൻസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പിന്നെ അറ്റംപ്റ്റ് എഴുതാൻ പറ്റും. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അവിടുത്തെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും വീണ്ടും എഴുതണം. ഇത്തവണ അവരുടെ ഭയങ്കര ഹെൽപ്പില്ലാണ്ട് ഞാൻ എഴുതാനേ പറ്റില്ല, ഇമ്പോസിബിൾ ആണ് അവിടെ പോയിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാനേ പറ്റില്ല. അപ്പം അത് സാർ പറഞ്ഞ പോലെ സൊസൈറ്റി ആ സപ്പോർട്ട്, അതായത് സൊസൈറ്റി കൊടുക്കുന്ന സപ്പോർട്ട് ഫാമിലിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഫാമിലിയിലെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം ഒരിക്കലും നമ്മൾ പേഴ്സണലായിട്ട് അതൊരു ഇതോടത്ത് അങ്ങനെ വിചാരിക്കരുത്. നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലുമൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും, അങ്ങനെ മുമ്പോട്ട് പോകാൻ തന്നെ നോക്കുക. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ തവണ ഞാൻ എഴുതിയപ്പം ഇത് എന്നെ ആരും ഫോഴ്സ് ചെയ്തതല്ല, ഞാൻ സ്വന്തമായിട്ട് എഴുതാമെന്ന് തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഈ തവണ എനിക്ക് തോന്നുന്നു ഓക്കെ, ഞാൻ തീരുമാനിച്ച അപ്പം നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം, ആ ഒരു രീതിയിലൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. നേരത്തെ എനിക്ക് അങ്ങനെ ഒരു ഇതില്ലായിരുന്നു. അതായത് നമുക്ക് ആ ഒരു സ്ട്രെയിനൊക്കെ വരുമ്പോഴത്തേനും ഒരു ഫ്രസ്ട്രേഷൻ, ഇത് എന്താ കിട്ടാത്ത, ഇങ്ങനെ എന്താണിത്, എന്തൊരു ലക്ക, അങ്ങനെയൊക്കെ വരുന്ന ഒത്തിരി തോന്നിയിട്ടുണ്ട് എനിക്കിങ്ങനെ ജസ്റ്റ് റാങ്ക് വരുന്നപ്പോഴത്തേനും ഒക്കെ. അപ്പോൾ ഈ തവണ പക്ഷേ അത് വന്നില്ല, കാരണം നമ്മൾ തന്നെ എടുത്ത തീരുമാനമാണ്. അപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ കമ്മിറ്റ് ചെയ്ത് പോവുക. അപ്പം അത് അങ്ങനെ 2 ഫാക്ടേഴ്സാണെന്ന് തോന്നുന്നു, ഇൻഡിവിജ്വലും പക്ഷേ നമ്മുടെ ഫാമിലി, സൊസൈറ്റി, സപ്പോർട്ട് സിസ്റ്റം ആണ് മെയിൻ ഡിഫറൻസ്. മാളവികയുടെ ആ ഒരു ട്രയാങ്കിളിൽ ഏറ്റവും ക്രിട്ടിക്കൽ സാധനം ആ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഒരു ഡീപ്പർ ക്വസ്റ്റ്യൻ ആണ് അത്. നമ്മൾ എത്ര വാക്കിൽ പറഞ്ഞാലും നമുക്കിതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടാണ്. ബട്ട് വാട്ട് യു ഹാവ് ഡൺ ഇസ് സംതിങ് എക്സ്ട്രോർഡിനറി. അപ്പം ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അത്. ആ അറ്റംപ്റ്റ് കഴിഞ്ഞാൽ പിന്നെ എഴുതാൻ വേണ്ടി പറ്റില്ല. ഒരു ഹയർ റാങ്കിലേക്ക് ഏതായാലും എത്തണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു.
പ്രഗ്നൻസി പീരീഡ് ആയിരുന്നു. ദറ്റ് ഈസ് ആൻ എക്സ്ട്രോർഡിനറി പീരീഡ്. ഓക്കെ, ഇമോഷണൽ ചേഞ്ചസ് ഉണ്ടാവും, നമുക്ക് ഫിസിക്കലായിട്ട് ഭയങ്കര ടയറിങ് ആയിരിക്കും. പിന്നെ ചില മൊമെൻറ്റിൽ നമുക്ക് മതി, ഏതായാലും ഞാൻ സർവീസിൽ കയറിയല്ലോ, കയറുക തന്നെ വലുതാണ്, നമുക്ക് ഗിവ് അപ്പ് ചെയ്യാം, ഇനി അങ്ങ് വിടാം. പിന്നെ ഈ പരീക്ഷ എഴുതുമ്പോൾ എനിക്ക് ബാക്കിയുള്ളവരുടെ അത്രയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, മനസ്സിലായി, ഞാനോ ഇപ്പോൾ ടോപ്പ് റാങ്ക് കിട്ടുവാണെങ്കിൽ അതുപോലെ വർക്കൗട്ട് ചെയ്യണം, സെൽഫ് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്ത് 6 hours എക്സാമിനേഷൻ എഴുതി കുട്ടിയോടൊപ്പം ഇൻ്റർവ്യൂവിന് പോയിട്ടാണ് ഇതെന്ത് ചെയ്തത്, പാസ്സായത്. സോ ദിസ് ഇസ് എ എക്സ്ട്രോർഡിനറി ഫീറ്റ്. ആൻഡ് many of our audience watching us here, they also have great dreams, and because of self doubt, because of social circumstances, they might be limiting themselves. അപ്പം അവരോട് മാളവികയ്ക്ക് എന്താ പറയാനുള്ളത്? സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഈ സൈഡിൽ നിൽക്കുകയാണെങ്കിലും ഇത് തുടങ്ങിയത് സെൽഫ് ഡൗട്ടിൽ നിന്ന് തന്നെയാണ്. സെൽഫ് ഡൗട്ട് ഇല്ലാണ്ട് നമ്മൾ ഇവിടം വരെ എത്തില്ല. അപ്പം ഞാൻ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് പ്രിലിംസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കിങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു, എഴുതണോ. അപ്പം എനിക്ക് മൈൻഡ് സെറ്റിൻ്റെ വ്യത്യാസമാണ്. അപ്പം ഞാൻ ഇങ്ങനെ മാറ്റി ചിന്തിച്ച് നോക്കി. അതായത് ഓക്കെ, എഴുതണം എന്ന് ഞാൻ വിചാരിച്ചു, ഇനി പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു, ഇനി എഴുതുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ എന്ന് വെച്ചപ്പോൾ ഇല്ല, അത് പറ്റില്ല, അത് എഴുതണം, അങ്ങനെ ഒരു മൈൻഡിൽ നിന്ന് എനിക്ക് വന്നു. പിന്നെ എൻ്റെ വീട്ടുകാർ തന്ന വളരെ വലിയൊരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഇതൊരു ലോജിസ്റ്റിക്കൽ എഫേർട്ടാണല്ലോ, ഒത്തിരി കാര്യങ്ങൾ അവരോട് സഹായിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അവരുടെ ഒരു കോൺഫിഡൻസ് കൂടെ വന്ന് ഒത്തിരി പേര് അതേസമയം എന്നോട് ചോദിച്ചു, വേണോ കുറച്ച് കഴിഞ്ഞിട്ട് പോരെ, പിന്നെ ചൈൽഡ് കെയർ ലീവ് ഒക്കെ എടുത്തിട്ട് എഴുതാമല്ലോ, പിന്നെ പോരെ, അറ്റംപ്റ്റ് കളയണോ, ലാസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ, അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തന്നെ പലപ്പോഴും തോന്നിയത് ഭയങ്കര ക്രേസിയാണ്, ആലോചിക്കുമ്പോൾ ഇത് വളരെ ടൈറ്റാണ്. അതായത് കുഞ്ഞ് വന്നത് September 3, പരീക്ഷ 19-നായിരുന്നു. അപ്പം ഫിസിക്കലി റിക്കവർ ചെയ്യുക, ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പം എന്നാലും എന്താണ്, ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് ആയിരുന്നു എന്ന് തന്നെ പറയാം. അപ്പം നമുക്ക് ആ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ വർക്കൗട്ട് ആവും. എനിക്കറിയില്ലായിരുന്നു ഇത് എങ്ങനെ വർക്കൗട്ട് ആവും, ആ സമയത്ത് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ നമുക്ക് ആൾക്കാർ, നമ്മളെ ബിലീവ് ചെയ്യുന്ന കുറേ ആൾക്കാർ നമ്മുടെ കൂടെ നിൽക്കാനുണ്ടെങ്കിലും, നമ്മുടെ ഫാമിലി നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു, നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആ കാര്യങ്ങൾ എത്താൻ പറ്റും. അത് ആ ലിമിറ്റേഷൻ ബിലീഫ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്ന് ഞാൻ അങ്ങനെ പറ്റുമെന്ന് വലിയൊരു ഡൗട്ടായിരുന്നു. പക്ഷേ ചെയ്യാം, എന്തായാലും ചെയ്ത് നോക്കാം, ട്രൈ ചെയ്യാം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൈ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ എത്തിയത്. അത് ആ ഒരു ഡിഫറൻസ് ആണ്. അപ്പോൾ എനിക്കിങ്ങനെ ഈ ഒരു ഡൗട്ടിലുള്ള വിമൻ ഇങ്ങനെ കാണുന്നവരോട്, ഇങ്ങനെ പല സർക്കംസ്റ്റാൻസസ് ഉള്ളവരുണ്ടാവും. ഞാനും ഇതുപോലെ തന്നെയായിരുന്നു. എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്നപ്പം ഞാനും ഇതൊക്കെ ഇരുന്ന് ഗൂഗിൾ ചെയ്ത് ഇങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഈ ഒരു ജേണിയിലൂടെ ആരെങ്കിലും പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രിസീഡൻസ് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും എന്ന് പറയാൻ പറ്റുമല്ലോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ വേറൊരാൾക്കും എന്തായാലും ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. എൻ്റെ ഫ്രണ്ട്സ് ചെയ്തവരുണ്ട്, പ്രഗ്നൻസിയുടെ ഇടയ്ക്ക് അവർ അറ്റംപ്റ്റ്സ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഡിഫറെൻറ്റ് ഫേസസിലാണ്. അപ്പോൾ ഇത് പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പലരും ഇതുപോലെ എൻ്റെ അമ്മ ഒത്തിരി എന്നോട് പറയുമായിരുന്നു, PG ഒക്കെ ചെയ്യുന്ന ഒത്തിരി അമ്മയുടെ ബാച്ച്മേറ്റ്സ് ഒക്കെ പ്രഗ്നൻസി കഴിഞ്ഞ് ഉടനെ തന്നെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ പലരും ഇതുപോലെ പലതും ചെയ്യുന്നുണ്ട്. മേ ബി ദെയർ സ്റ്റോറീസ് ആർ നോട്ട് ബീങ് സ്പോക്കൺ ആസ് ലൗഡ്. ഇപ്പം നൗ ഐ ഹാവ് എ ചാൻസ് ടു സേ ഇറ്റ്. ഐ ക്യാൻ സേ ദാറ്റ് അത് ഒത്തിരി പേര് ചെയ്തത് കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാനും ചെയ്യുന്നത്. അതുപോലെ തന്നെ പറ്റും എന്നുള്ളതാണ് ഇതിലെ ടേക്ക് അവേ എന്ന് എനിക്ക് തോന്നുന്നു ഇമ്പോർട്ടൻറ്റ്. അതെ. So thank you so much Malavika for sharing your life with us. Okay, so it has been a great inspiration. ഇത് കണ്ട എല്ലാവർക്കും ഇതൊരു ഇൻസ്പിറേഷൻ ആവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. Okay, thank you so much. Thank you.